ഗൈസ്, അപ്പോൾ സലാർ കണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എല്ലാവരും റിവ്യൂസൊക്കെ കണ്ടപ്പോൾ അവർ ഉഗ്രത്തിൻ്റെ റീമേക്കാണ് പറയുന്നുണ്ടായിരുന്നത്. ശരി, എന്നാൽ കണ്ടേക്കാലോ എന്ന് കരുതി ഞാനും കണ്ടു. അപ്പോഴാണ് ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. ഗൈസ്, പ്രശാന്ത് നീലിൻ്റെ ഡയറക്ടർ ഫിലിംസ് എത്രത്തോളം പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ടും ഈ പ്രിയദർശൻ സിനിമകളും മറ്റേ ഇവർ കമൽ ആ ഒരു ലെജൻഡറി ഡയറക്ടേഴ്സും ചെയ്യുന്നതും ഈ സെയിം പ്രൊസീജിയറാണ്. പക്ഷെ നമ്മൾ മനസ്സിലാവാത്ത രീതിക്ക് ആണ് അവർ എടുത്തു വയ്ക്കുക. അപ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ കഥ ലൈക്ക് ഫാസ്റ്റിൽ ഒത്തിരി വട്ടം നമ്മുടെ അടുത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് പിന്നീട് ചെയ്ത ഫിലിംസൊക്കെ ഫ്ലോപ്പായിരുന്നു. അതേ കേസാണ് ഇവിടെ സലാറിന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഉഗ്രത്തിൻ്റെ ആ ഒരു സ്റ്റോറിനെ റീടെൽ ചെയ്താണ്. ഐ ഡോണ്ട് നോ വൈ ഹി ഡിഡ് ദാറ്റ്, ബട്ട് ലൈക്ക് ഒരു 70-80% ഉഗ്രം തന്നെയാണ്. ആ ഒരു ലവ് പോർഷനും ആ സോങ്സും കോമഡീസൊക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഈസ് സലാർ. ഐ നോ ഉഗ്രം ആ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഓഡിയൻസിന് എത്തിയിട്ടില്ല. ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു കാര്യം കൊണ്ടാണ് പ്രശാന്ത് നീൽ ഇങ്ങനെ ചെയ്തത്. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു വർക്ക് അവിടെ കിടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഫുൾ ഓഫ് ചെയ്തിട്ട് ഈ പടം റിലീസ് ചെയ്താൽ പിന്നെയും ബെറ്റർ ആയിരിക്കും. ബട്ട് അത് എത്രത്തോളം ഓഡിയൻസിന് ഡൈജസ്റ്റ് ആണെന്നറിയില്ല. ബട്ട് കൈൻഡ് ഓഫ് വിയേർഡ്. അത് കണ്ടപ്പോൾ ലൈക്ക് ഓരോ സീൻ ബൈ സീൻ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ ലൈക്ക് എന്താ പറയുക, അതോ ഡിറ്റോ ആ സീൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. സത്യത്തിൽ വർക്കെടുത്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആക്ച്വലി ട്രൈബിൻ്റെ ചെറിയ ചെറിയ ലിങ്ക്സ് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശാന്ത് ചെയ്ത കാര്യം തന്നെ അതാണ്. ആ ഒരു കാര്യമുണ്ട്. ഇത് പ്രശാന്തിൻ്റെ ക്രിയേഷന് കോപ്പി അടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ലൈക്ക് കേസ് സോ സെയിം വർക്ക് റെപ്പിറ്റേഷൻ.